കണ്ടോ, ഇതിനകത്ത് പിന്നെ റെഡാണ്. ഇത്രയും വലിയ തെങ്ങ് വളയുമ്പോൾ 2000 രൂപ കൊടുക്കാം. ഇത്രയും വലിയത് എന്താ വെച്ചാൽ അടുത്ത വർഷം ഇത് മണ്ണിൽ വെച്ചാൽ കായ്ക്കും. ഇതേപോലെ ഇതിപ്പോൾ ഒരു എവിടെയും വെക്കാൻ പറ്റുന്ന ഒരു സൈസ് ടേസ്റ്റിലാണ് ഈ മാങ്ങ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ പല വീട്ടിലും പേരറിയാത്ത മാങ്ങകളുണ്ടാവും. നല്ല മാങ്ങകൾ ആരെ വീട്ടിലുണ്ടെങ്കിലും എവിടെയാണെങ്കിലും വന്നിട്ട് കമ്പി നമ്മൾ എടുത്തിട്ട് കൊണ്ടുവരും. അവർക്കും വേണമെങ്കിൽ കുറച്ച് തൈകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ആ മാങ്ങ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. ഇതാണ് ഞാൻ പറയുന്ന ഡബിൾ ലോങ്ങൻ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ റിസൾട്ട് അല്ലേ? അതാണ് ഇതിൻ്റെ റിസൾട്ട്. ഇതാണ് എഡോ സ്റ്റാർ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കൊമേഴ്സ്യലായിട്ട് ഇതിൻ്റെ ഞാൻ വലിയ തൈകൾ എൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. അത് ചെറുതിൽ കായ്ക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുതിൻ്റെ അടുത്ത് വന്നിരുന്നത് വീഡിയോ ചെയ്യുന്നത്. ഇതെന്താ വെച്ചാൽ എല്ലാം നല്ല ബുഷായിട്ട് ഫുൾ കായോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ കുറച്ചും കൂടി ബുഷായിട്ടുള്ള നല്ല മരങ്ങളുണ്ട്, നമുക്ക് കാണിക്കട്ടോ, അടുത്ത വീഡിയോയിൽ കാണിക്കാം. എൻ്റെ മോൻ ചെയ്തുകൊണ്ടോ അടിപൊളിയായിട്ട് കട്ട് ചെയ്തിക്കണല്ലേ? ആര് ചെയ്തത്? സ്വന്തം ചെയ്താ? അടിപൊളി അല്ലേ? നല്ല ക്യൂബാക്കി എടുത്തേക്കണ കേട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് എനിക്ക് എൻ്റെ ഒരു എങ്ങനെ പിൻഗാമിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണിത്. എല്ലാത്തിനും എൻ്റെ കട്ട സപ്പോർട്ട് കൂടി എൻ്റെ കൂടെ ഉള്ളൊരു മോനാണിത്. വേറെ മോനും കൂടി ഉണ്ട്, അവന് ഇതിനോട് വലിയ താല്പര്യം കുറവായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇവന് എല്ലാ ഫ്രൂട്ട്സിൻ്റെ നമ്മുടെ അടുത്തുള്ള എല്ലാ ഫ്രൂട്ട്സിൻ്റെ പേരുകളും കാര്യങ്ങളും ഒക്കെ എല്ലാം അറിയണ ഒരു മോനാണിത്. എത്രാം ക്ലാസ്സിലേക്ക് പോണേ? 1ാം ക്ലാസ്സിക്ക് പുതിയതായിട്ട് LKG UKG കഴിഞ്ഞ് 1ാം ക്ലാസ്സിലേക്ക് പോണ മോനാണ്. ഹലോ ഹായ്, ഞാൻ റഷീദ് മലപ്പുറം, റസീൻ എക്സോട്ടിക്. അപ്പോൾ എനിക്ക് പരിചയപ്പെടുത്തുന്ന അടുത്ത് ഇതാണ് റെഡ് ലെമൺ. ഇതൊരു കുറച്ചും കൂടി ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടോ ഈ റെഡ് വരുന്നുണ്ടോ? ഈ റെഡ് മൊത്തം കവർ ചെയ്യും. റെഡ് ലെമൺ എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും റെഡാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ലെമണാണ്, ചെറുനാരങ്ങൻ്റെ എല്ലാ ഉപയോഗമാണ്. അപ്പോൾ ഇത് പറിക്കുകയാണ് ഞാൻ. ഇത് കുറച്ച് അത്യാവശ്യം മെച്ചുറുള്ള തൈകളാണ്. കണ്ടോ, ഇതിനകത്ത് പിന്നെ റെഡാണ്. നമ്മളെ ബബ്ലൂസിൻ്റെ ഒക്കെ ഒരു ലെവലിലാണ്. ഇത് ചെറുനാരങ്ങൻ്റെ അതേ ഉപയോഗമാണ്. നല്ല സ്മെല്ലും ഉണ്ട്, നല്ല പുളിയുണ്ട്, അച്ചാറിടാനും നല്ല ജ്യൂസിയാണ്. കണ്ടോ, കാണിക്കണോ? ഇതാ കണ്ടോ, ഉണ്ടോ എങ്ങനെ ഇതിന് കണ്ടോ? ഈ ഒരു ചെറിയ പീസ് ഇത്രയും വെള്ളം വരുന്നുണ്ടോ? കണ്ടോ, തൈകൾക്കൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമ്മൾ കായ്ച്ച വലിയ തൈകളാണെങ്കിൽ 450 രൂപ. ഇഷ്ടംപോലെ തൈകൾ ഇവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ കായ്ക്കാറായിട്ടോ അല്ലെങ്കിൽ കായ്ച്ച ഉണ്ടാവും. ചെറിയ കുഞ്ഞു തൈകൾ എൻ്റെ അടുത്ത് ഷോർട്ട് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 100-150 രൂപ ഉണ്ടാവുള്ളൂ. ഇത് വലിയ തൈകൾ, ഇതേപോലുള്ള വലിയ തൈകളെ കാര്യമാണ് 450 രൂപ. അതാണ് ഐസ്ക്രീം ബീൻ എന്ന് പറഞ്ഞ സംഭവം. ഐസ്ക്രീം ബീനിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾ മുരിങ്ങാക്കായ പോലെ വരുന്നുണ്ട്, അതേപോലെ പരന്നിട്ട് വരുന്നുണ്ട്, ഇതേപോലെ ചെറുത് കായായിട്ട് വരുന്നുണ്ട്. എന്താ ഇതിൻ്റെ പ്രത്യേകത? അതൊരു ഉള്ളിൽ സ്പോഞ്ച് പോലെയാണ്, ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. ഐസ്ക്രീം കഴിക്കണ പോലെ കഴിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പഴം പറിച്ചെടുക്കാം. അത് നമുക്ക് എങ്ങനെ കയറൂലേ മരത്തുമ്പോൾ? വലിയ മരം കേട്ടോ, ഇതിപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് കാണാൻ ഇത്രയും വലിയ മരമാണിത്. ഇഷ്ടംപോലെ കായുണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതാണ് ഐസ്ക്രീമിൻ്റെ ഒരു വെറൈറ്റി. ഇതിൻ്റെ തന്നെ പല വെറൈറ്റി വരുന്നുണ്ട്. ഇതിൻ്റെ മുരിങ്ങാക്കായൻ്റെ അത്ര വലുപ്പമുള്ള അതേ ടൈപ്പിൽ വരുന്ന സാധനം. ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഇതാണ് സീഡ്. സീഡും ഇതിൻ്റെ കഴിക്കെടുത്ത് ടോപ്പ് ഫ്രൂട്ടാന്ന് നമ്മൾ പറയണല്ലേ. സീഡാണല്ലേ കൂടുതൽ തന്നെ. ഒരു പഞ്ഞുമിഠായി കഴിക്കണ കഴിക്കാല്ലേ, ഐസ്ക്രീമിൻ്റെ ഒരു മുട്ടായി കഴിക്കണ പോലെ, ഒരു മുട്ടായി പഞ്ഞുമിഠായി കഴിക്കണ പോലെ. ടോപ്പ് ഫ്രൂട്ട് എന്നല്ല, ഒരു വെറൈറ്റി ഫ്രൂട്ട് എന്നൊക്കെ പറയല്ലേ. അതെ, സംഭവമായിട്ട് നമ്മൾ പറയണില്ല, ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഇതാണ് നാംബ്രോക്കുമായി ഗോൾഡ്. കവർ ഇട്ടിട്ടില്ല, ഒന്നുമില്ല. കണ്ടോ, ഈ സമയത്ത് തന്നെ ഈ കളറാണ് വരുന്നത്. പച്ചന്ന് മാറി തുടങ്ങി, പച്ച കളർ നല്ല ഒരു യെല്ലോ കളറിലേക്ക് മാറി തുടങ്ങി. പക്ഷെ ഇത് കവർ ഇട്ട് കഴിഞ്ഞാൽ അപാര കളറായിട്ട് വരും. പക്ഷെ ഗ്രീന് കവർ ഇട്ടാലും യെല്ലോ വരും, പക്ഷെ യെല്ലോ ഒരു ഷെയ്ഡേ വരുള്ളൂ, നല്ല മഞ്ഞ വരൂല. നമുക്കിവിടെയൊക്കെ വലിയ മരങ്ങളുണ്ട് കേട്ടോ, ഡ്രമ്മിലൊക്കെ വേണമെങ്കിൽ. ഇതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് എല്ലാം ഉണ്ട് ഇതില്ലേ. കിങ് ഓഫ് ചക്കപ്പത്ത്, പിന്നെ അമേരിക്കൻ റെഡ് പൾമർ, പിന്നെ നാംഡോക്ക് ഗോൾഡ്, അങ്ങനെ ഒരുപാട് കിങ്, പിന്നെ ഒരുപാട് സംഭവമുണ്ട്. ആർട്ടിവിറ്റി ഉണ്ട്, ഒക്കെ വലിയ വലിയ പ്ലാന്റുകളുണ്ട്. തിങ്ങി നിറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്നറിയില്ല, പക്ഷെ ഒരുപാട് വലിയ പ്ലാന്റുകൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത്. ജബോട്ടിക്ക വേണ്ടത് ഫുള്ള് ജബോട്ടിക്കാണോ വലിയ മരങ്ങൾ. ഈ വീഡിയോ ഒന്നും നമ്മൾ അധികം ചെയ്യല്ലേ ഇവിടുത്തെ. ഇല്ല, കാരണം ഇത് ഇങ്ങനെ ഞാനെന്താ പറയുക, ഞാൻ ഇവിടെ നിന്ന് എന്താ പറയുക, ഇവിടെ നല്ല വെയിലുണ്ട് വെള്ളമുണ്ട്. അപ്പം എന്താ ഇവിടുന്ന് കായ്പ്പിച്ചിട്ടാണ് ഞാൻ നഴ്സറിക്ക് എത്തിക്കല്. അതേപോലെ കണ്ടോ വലിയ തെങ്ങും തൈകളുണ്ടോ, ഇതുണ്ടോ, ഇതുണ്ടോ,
എല്ലാ ഇതാ മഞ്ഞപ്പൊട്ടുള്ളതാണ്, അതുകൊണ്ട് അവിടെയൊക്കെ അതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു ചെറിയൊരു വിലക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കാം. ഇത്രയും വലിയ തെങ്ങ് വളയുമ്പോൾ 2000 രൂപ കൊടുക്കാം. ഓ ഓക്കെ. ഇത്രയും വലിയത് എന്താ വെച്ചാൽ അടുത്ത വർഷം ഇത് മണ്ണിൽ വെച്ചാൽ കായ്ക്കും. കുറച്ച് മാങ്ങകൾ നമ്മൾ പറിച്ചിട്ടുണ്ടല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം ഇവിടെ വെയിറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പൊ ഞങ്ങളുടെ എല്ലാവരും കൂടി ഇതിന്റെ റിവ്യൂ നോക്കിയല്ലേ നമുക്ക്? ഏതാ ആദ്യം എടുക്കണേ? നമുക്ക് തന്നെ നോക്കിയാലോ. ഏതാ സൂപ്പർ ക്യൂൻ? സൂപ്പർ ക്യൂൻ അല്ലേ? അത്യാവശ്യം നല്ല അടിപൊളി ഒരു മാങ്ങ അല്ലേ? ഒരു കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കാണാത്ത രീതിയിൽ. ഇതിപ്പോ 1 കിലോ ഉണ്ടാവും എന്തായാലും. 1 കിലോന്റെ മുകളിൽ ഈ സാധനം കിട്ടും. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കാം. ഇതാണ് സൂപ്പർ ക്യൂൻ. അടിപൊളി കേട്ടോ. ഇതിന്റെ 2 ഭാഗം ചെത്തുമ്പോൾ ഇതിന്റെ മറ്റേ അണ്ടിയുടെ വലിപ്പമൊക്കെ മനസ്സിലാക്കണം. അടിപൊളിയാണ്. ഉണ്ട് അത്യാവശ്യം കാമ്പുകാനുണ്ട് കേട്ടോ അല്ലേ? നല്ല കാമ്പുകാനുണ്ട്. ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ടായോണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഇല്ല. ഇതിപ്പോ നമ്മള് ഒരു വിദേശ ഇനാണ് ശരിക്കും സത്യത്തിൽ ഇത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ വീട്ടിലുണ്ടായതാണ്, ഇതും വീട്ടിലുണ്ടായതാണ് സൂപ്പർ ക്യൂനും. പക്ഷെ കേരളത്തിന്റെ പുറത്തുനിന്ന് വന്നതാണ്. ഇനി മല്ലിക അതൊന്നും കഴിച്ചോക്കല്ലേ? ഇതിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായതാണ്. ഏകദേശം ഇത് പക്ഷേ ഒരു 100-150 കിലോ ഇപ്പോൾ നമ്മൾ ഒരൊറ്റ മരത്തിൽ നിന്ന് പറിച്ചു. 150 കിലോ? 150 കിലോ പറിച്ചു. ഇനിയിപ്പോൾ ഒരു 10-30 കിലോ ഇനി മാങ്ങ പറിക്കാണ്ടല്ലോ. ഓക്കെ. പക്ഷെ ആളുകൾ പറഞ്ഞിരുന്നു മല്ലിക നമ്മുടെ നാട്ടിൽ കായ്ക്കൂല, കായ്ച്ചാലും ആ ഗുണങ്ങളില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇതിൻ്റെ പഴം കഴിക്കാൻ കൊടുത്തു, റിവ്യൂ പറയാൻ കൊടുത്ത്. അപ്പോൾ എല്ലാവർക്കും എന്താ വെച്ചാൽ എല്ലാവർക്കും ഈ മല്ലിക അടിപൊളി മല്ലികയാണെന്നുള്ളൊരു അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആളുകളൊക്കെ പറയും മല്ലിക നമ്മുടെ വീട്ടിൽ കായ്ച്ചു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പൊയിൽ അധ്വാക്കാനൊക്കെ അറിയില്ല നമ്മള് കാരശ്ശേരി, അവിടെയൊക്കെ അറിയുന്ന ഒരു മാങ്ങനെ കുറിച്ച് നല്ലൊരു ധാരണ ഉള്ള ആളുകളാണ്. കാരണം നമ്മൾക്കൊന്നുമല്ല, നമ്മളതിന്റെ മാസ്റ്റർ അല്ല. പക്ഷെ അവരൊക്കെ നല്ല മാങ്ങനെ കുറിച്ച് കൃഷി ചെയ്യുന്നുണ്ട്, കർണാടകത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള നല്ലൊരു വ്യക്തിത്വമാണ് ആള്. അപ്പൊ അയാളൊക്കെ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ ഈ മല്ലികയുടെ കാഴ്ച ഇത് കണ്ടപ്പോ ഇതിമെന്ന് ചെയ്തോ, തൈ ഉണ്ടാക്കിക്കോ, എന്തായാലും നമ്മുടെ നാട്ടിൽ കായ്ക്കണ ഒരു അനയിക്കാരത് മല്ലികയിൽ അങ്ങനെ വരുന്നുണ്ടാവും, അതാവും സംഭവം. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ അടിസ്ഥാനത്തിലും അവരിവിടെ വരുന്ന ആളുകൾക്ക് ഇതിന് കഴിച്ചപ്പോഴുള്ള റിവ്യൂ, അതായത് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഇതിമ്മ തൈ ഉണ്ടാക്കാൻ പറഞ്ഞു. ഏകദേശം ഒരു 100-300 തൈ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വരുത്തിയിട്ട് ഇതിന് വലിയൊരു വില വാങ്ങി കൊടുക്കാന്നുള്ളതല്ല, നല്ലൊരു ഇനം നമ്മളെ കയ്യിലുണ്ടായപ്പോൾ അത് എല്ലാവർക്കും എത്തിക്കാന്നുള്ളതിൽ കുറെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു മാസം കൊണ്ടൊക്കെ തൈകളാവും, നമുക്ക് തൈകൾ കൊടുക്കാന്നുള്ളത്. എത്ര രൂപ മുതലാണ് നമ്മൾ തൈകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളൊരു 200-250 അതിന്റെ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ. നമ്മളിപ്പോ ഈ കഴിച്ച ഈ ഒരു മാങ്ങ അത്യാവശ്യം കാമ്പുകാനുണ്ട്. അതെ. പക്ഷെ എന്താ വെച്ചാല് ഇതിന്റെ പക്ഷെ ഇത് മധുരം ഇല്ല, ടോപ്പ് എല്ലാം ഒന്നും നമ്മൾ പറഞ്ഞില്ല. ഈ തായ്ലൻഡ് മാങ്ങക്ക് ഏകദേശം എല്ലാ മാങ്ങും ചെറിയ ചെറിയ ഒരു ഫ്ലേവറിനോട്, അതായത് നമ്മള് കുളമ്പ് മാങ്ങണ്ടല്ലോ, അതിന്റെ ഒരു ഫ്ലേവറിനോട് ചെറിയൊരു സാദൃശ്യം എല്ലാത്തിനും വരും. പക്ഷെ അതിന് വേണ്ടി മല്ലിക ഇപ്പൊ ഇതാണ് നമ്മളെ ഗെയിൻ മാങ്കോ, അതായത് നമ്മളെ അടുത്തൊരു കോട്ടേഴ്സ് ഉണ്ട്, നമ്മളെ സ്വന്തം കോട്ടേഴ്സ്. ആ കോട്ടേഴ്സിൽ ഉള്ളൊരു മാങ്ങയാണ് ഇത്. ഏത് മാങ്ങയെന്നോ എങ്ങനെ ഉണ്ടായതോ അണ്ടി മുളച്ചുണ്ടായ ഒരു മാങ്ങ അവിടെ ഉണ്ടായിരുന്നതാണ്. അതൊരു 3 വർഷം മുന്നെയാണ് ഇത് കായ്ക്കാൻ തുടങ്ങി. അന്ന് നമുക്ക് ഇത്ര ഒരു ഇതിലായിട്ടില്ല. പക്ഷെ മാങ്ങ പറിക്കും കഴിക്കുന്നല്ലാതെ കഴിഞ്ഞ വർഷമാണ് ഇത് കഴിച്ച ആളുകൾ ഭയങ്കരമായി പറഞ്ഞു, അടുത്ത വർഷം കായ്ക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തരണം, വലിയ റിവ്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വർഷം എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇത് തൊലി ഇവിടെ കട്ടി കൂടുതലാണ്, അതുകൊണ്ട് പുഴുക്കേട് വരുന്നില്ല, അണ്ടിമ ഒരു സാധനം നിൽക്കണില്ല, ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ട്. ഇതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ഒരു ഇത് പറയും വേണം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ തൈകൾ ഞാൻ ആരും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി നമുക്ക് തീർന്നു, ഈ വർഷം ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട്. ഇത് കഴിക്കണം, ഇനി വരുന്ന ആളുകൾക്ക് ഒരു കുറച്ച് ദിവസമൊക്കെ വരുന്ന ആളുകൾക്ക് ഇത് കഴിക്കാനും ടേസ്റ്റ് കൊടുക്കാനും ഇവിടെ ഉണ്ടാവും. മല്ലിക ഒരു 10-15 ദിവസം കൊടുക്കാൻ ഇവിടെ ഉണ്ടാവും എനിക്ക് തോന്നണത്. മല്ലികന്റെ ഒരു മാങ്ങ ഫ്രിഡ്ജിൽ വെച്ച മാങ്ങ ഉണ്ടായിരുന്നു, തണുത്ത അതാ നല്ലതെന്ന് എഴുതിയിട്ട്
നാരുള്ള വെറൈറ്റി ആണത്? നാര് കുറവല്ലേ? കുറവാണല്ലേ? മല്ലിയൊക്കെ നാര് കുറവ്. ഇതാ ഒന്ന് കഴിച്ചു. ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അടിപൊളി കേട്ടോ, സൂപ്പറാണ്. ക്രീമിയാണ്, സംഭവം അടിപൊളിയായിട്ടുള്ള ഒരു മാങ്ങാണ് ഇത്. നമ്മളെ മല്ലികയല്ല അപ്പോൾ? മല്ലിക. നാര് തീരില്ല എന്ന് പറയാം കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ക്രീമി കേട്ടോ സംഭവം. ഇതതിൻ്റെ ഒരു കുറച്ചുകൂടെ മൂപ്പുള്ള ഒരു മാങ്ങ ചിത്തുണ്ട് കേട്ടോ. അതിന് കുറച്ച് മൂപ്പ് കുറവുണ്ട്. അപ്പോൾ ഒന്നും കൂടി മധുരം കൂടാൻ ഇതിന് ചാൻസ് കൂടുതലാണ്. ഓക്കെ, കൂടെ ഒന്ന് കഴിക്കും. അപ്പോൾ അത് ഒന്നുകൂടി മൂപ്പ് കൂടിയതാണല്ലോ. വേണ്ടേ? ശരിക്കും അടിപൊളി മധുരം. അടുത്തത് നമ്മളെ സ്വന്തം മാങ്ങാൻ തന്നെ പറയാം. നമ്മളെ കോട്ടേഴ്സിൽ അതെ അതെ ഉണ്ടായതാണ്. പക്ഷെ ഇതിനൊരേ ഇവിടെ ഒരു ചുണച്ച് ഈ എന്താണ് കറച്ചോയ എന്തൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു ഇത് വരെ. ഈ ഞെട്ടി എപ്പോഴാണ് പൊട്ടിച്ച് അത് ലാസ്റ്റ് എല്ലാത്തിലും ഞെട്ടി കൂടുതലുണ്ട്. ഞാൻ ഞെട്ടി പൊട്ടിച്ച് അതിന് ഈ കറ ശരിക്കും വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ഇത് ഇവിടെ ഫീൽ ചെയ്യും. പൊട്ടിച്ച് വെച്ചിട്ട് എത്ര ദിവസമായി? ഒരു ആഴ്ചയായി. ഒരാഴ്ചയായി. ഒന്നും ചെയ്തിട്ടില്ല, പൊടി ഇട്ടിട്ടില്ല, വൈക്കോലിട്ടിട്ടില്ല, ഒന്നും ഇടാതെ വെറുതെ പഴുത്താണ്, മൂത്ത് പഴുത്തതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കഷ്ണം ഞാൻ എടുക്കട്ടെ. എനിക്ക് ഇതിൻ്റെ റിവ്യൂ ആണ് ശരിക്കും എനിക്ക് കിട്ടേണ്ടത്. അത് രഞ്ജിത്തെ, ഒരാൾ പോലും ഇതിൻ്റെ റിവ്യൂ കഴിച്ചിട്ട് നീ പറഞ്ഞതല്ലാത്തൊരു ഇത് ആർക്കും തോന്നരുത്. കാരണം ഇതുള്ളതിൻ്റെ കറക്റ്റ് റിവ്യൂ ഇതിന് നിങ്ങൾ കൊടുക്കണം. എങ്ങനെയാണ് ഒരു പീസ്? നമുക്കൊന്ന് കഴിച്ചു നോക്കിയല്ലോ എന്നാ. നല്ല മധുരം, അതിൻ്റെ കൂടെ തന്നെ പൊടിയുണ്ട്, ഫ്ലേവറും ഇല്ലേ? ഫ്ലേവറും ഉണ്ട്. മധുരം, പൊടി, ഫ്ലേവർ മൂന്നുണ്ട്. തൊലി അത്യാവശ്യം കട്ടിയുണ്ട്, അതുകൊണ്ട് പുഴുക്കേടും കുറവാണ്. അത്യാവശ്യം ഇതാ തൊലി കട്ടിയുണ്ട്. ഇത് ശരിക്കും തൊലി, എന്നോട് ഇതിൻ്റെ എക്സ്പെർട്ട് പറഞ്ഞത് ഇത് തൊലി ചെത്തി കൊടുക്കണതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു കറച്ചോവൻ്റെ വരത് ചെറിയ തോതില് ആ തൊലിയുമേ കറച്ചോവ. അതെ അതെ. അപ്പൊ ഞാൻ എന്തായാലും അതൊന്ന് ചെത്തി എടുക്കണ്ടേ. ചെറിയ രീതിയിൽ നാര് വരുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ. നാരുണ്ടല്ലോ ചെറുതായിട്ട്. പക്ഷെ ഇല്ല, അണ്ടിമ വരെ ഇതാണ് ശരിക്ക് ഒരു ഒന്നും വേസ്റ്റ് ഇല്ലാതെ കിട്ടുന്നുണ്ട്. ഇതാ ഇതിപ്പോ ഇതില്ലാത്തൊരു പീസാണ് ഞാൻ തരുന്നത്. ഓക്കെ, തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ മാങ്ങ ടേസ്റ്റ് എന്ന് പറയാം. നമുക്ക് തൊലി കളഞ്ഞിട്ടൊന്ന് കഴിച്ചോ. ഒന്നും പറയല്ല കേട്ടോ, അടിപൊളി. എല്ലാം ഒത്തുണങ്ങിയിട്ടുള്ള ഈ മാങ്ങ നമ്മളെ കേരളക്കാർക്ക് ഒന്നൊക്കെ തൈ ഉണ്ടായി കൊടുത്താലും നഷ്ടമില്ലല്ലോ. ഒരു നഷ്ടമില്ല, അടിപൊളിയല്ലേ? കാരണം പല നമ്മളെ നാട്ടിൽ കണ്ടില്ലേ, പല പേരിലും തായ്ലാൻഡിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് വന്ന ഒരുപാട് മാങ്ങകളുണ്ട്. മാങ്ങ മോശം എന്നല്ല, ഇത്രയും നല്ല ടേസ്റ്റുള്ള മാങ്ങകൾ നമ്മളിവിടെ ഒഴിവാക്കിയിട്ട് നമ്മൾ വേറൊന്ന് തേടി പോകണേൽ അർത്ഥമില്ല. അതേപോലെ ഇതിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ ഒരു മാങ്ങ, ഇതേപോലെ ഞാൻ പലരും പറഞ്ഞിട്ട് ഒരു 6-7 വെറൈറ്റി മാവുകൾ ഞാനിപ്പോൾ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഇതിപ്പോൾ ഒരു എവിടെയും വെക്കാൻ പറ്റുന്ന ഒരു സൈസ് ടേസ്റ്റിലാണ് ഈ മാങ്ങ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ പല വീട്ടിലും പേരറിയാത്ത മാങ്ങകളുണ്ടാവും. നല്ല മാങ്ങകൾ ആരെ വീട്ടിലുണ്ടെങ്കിലും എവിടെയാണെങ്കിലും വന്നിട്ട് കമ്പി നമ്മൾ എടുത്തിട്ട് കൊണ്ടുവരും. അവർക്കും വേണമെങ്കിൽ കുറച്ച് തൈകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ആ മാങ്ങ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ പുതിയ മാങ്ങകൾ വന്നിട്ട് ഇങ്ങനെ ഒരു മാങ്ങ ഉണ്ട്, അത് പുതിയത് ഒന്നാണ്, അത് ടേസ്റ്റ് അറിയാൻ മറ്റൊന്നും കാത്തിക്കണ്ട. ഇത് 100% ടേസ്റ്റിയാണ്, പുഴുക്കേട് കുറവാണ്, പിന്നെ എങ്ങനെ പറയാ, എല്ലാം കൊണ്ടും അടിപൊളി സംഭവം, നല്ലൊരു ഫ്രൂട്ടാണ്. ഇതിപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം വരുന്ന ആളുകൾക്കൊക്കെ ഇവിടുന്ന് കഴിക്കാൻ സാമ്പിൾ തരാം. കഴിച്ചിട്ട് ഈ പറയുന്ന റിവ്യൂ കറക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വീഡിയോയിലും മറ്റും കമൻറ്റ് ചെയ്യാം. എന്തായാലും ഇതൊരു അടിപൊളി മാങ്ങ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ വലിയ മുസമ്പികൾ ചോദിച്ചിരുന്നു. ഇതിൽ ഇന്ത്യൻ മുസമ്പി ഉണ്ട്, വിയറ്റ്നാം മാൾട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി മുസമ്പികൾ ഇതിലുണ്ട്. കണ്ടോ, ഇതിലൊക്കെ കായ്ച്ച കണ്ടോ, കായോടുള്ള മുസമ്പികളാണ്. ഇന്നിപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണം കണ്ടോ, അതിൻ്റെ ഹൈറ്റ് ഒരു 10 അടിയൊക്കെ ഹൈറ്റുള്ള തൈകളാണ്. അതായത് മൊത്തം അതാണ് കേട്ടോ. എന്നോട് ഒരുപാട് ആൾക്കാർ വലിയ മുസമ്പികളുണ്ടോ, ഇന്ത്യൻ മുസമ്പി ഉണ്ടോ, വിയറ്റ്നാം മാൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇതുണ്ടോ, ഇവിടെ ഒന്ന് നോക്കി, ഇതിൻ്റെ കടവണ്ണം കണ്ടോ, കണ്ടോ, ഇതിനൊക്കെ ഇങ്ങനെ റേറ്റ് വരുന്നത്. ഇത്രയും വലുപ്പമുള്ള ഈ മുസമ്മികളൊക്കെ നമുക്ക് ഇതിന് ഞാൻ പല വീഡിയോയിലും കണ്ടത് 4000-3000 എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നമുക്ക് ഇത്രയും ഏറ്റവും വലിയ മുസമ്മികൾ നമുക്ക് 2000 രൂപ കൊടുക്കാം കടവണ്ണുള്ളത്. അതിലും കുറഞ്ഞതും 1500-നും ഈ കൂട്ടത്തിലുണ്ട്. ചെറുതൊക്കെ നമുക്ക് 1500-ന് കൊടുക്കാം, 1000-ന് കൊടുക്കാൻ പറ്റിയതുണ്ട്. വലിയ കടവുള്ള ഏറ്റവും വലിയ പ്ലാന്റിൻ്റെ റേറ്റാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്, 2000 രൂപ. അപ്പോൾ
ഇതിൽ തന്നെ കായുള്ള ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ നോക്കി കണ്ടോ, എന്താ ഇതിലൊക്കെ കായലുണ്ട് കേട്ടോ. അത് ഇന്ത്യൻ മുസമ്പിയാണ് കേട്ടോ. ഒക്കെ കായലുണ്ട്. അവിടെ കായൽ കണ്ടില്ല നിങ്ങളിപ്പോൾ, അതേമാതിരി ഇതിലൊക്കെ ഉണ്ടാവും. ഏതായാലും ഇഷ്ടം പോലെ ഉണ്ട് തൈകൾ. ഒരു 10-50 പോലെ ഏകദേശം ഇവിടെ ഉണ്ട്. 4 സീസണിൻ്റെ കുറച്ചും കൂടി നല്ല മെച്ചൂറായ തൈകളാണ് കേട്ടോ. ഈ ചെറുതിൽ വരെ പൂവുണ്ട്, അതൊക്കെ പൂട്ട് വരുന്നുണ്ടോ. ഇതാ 4 സീസണാണ് ഇതൊക്കെ. ഈ പൂട്ട ഈ തൈകൾ ഏകദേശം ഒരു 1200 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 1200 രൂപ. ഇതൊക്കെ നമുക്ക് ഇപ്പൊ കൊണ്ടുപോയി വെച്ചാൽ തന്നെ റിസൾട്ട് ആയി. ഇതാ അതിലൊക്കെ പൂട്ടുണ്ട്. പൂട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കുക. അത് എഴുതി സെയിം റേറ്റ് തന്നെ വരും. അതേ റേറ്റ് തന്നെ. ആ ബാച്ചൊക്കെ ഒരു റേറ്റ്. ചൈനീസ് ലോങ് എന്ന് പറയേണ്ട ചില ആളുകൾ ചിലാല് നീം, അതായത് ആര്യവേപ്പിൻ്റെ നീം ലീഫുള്ള ലോങ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിന് പല പേരും ഉണ്ട്. എന്തായാലും ഇതിൻ്റെ തൈകളാണിത്. എന്താ ഇതിപ്പോ പുതിയത് വന്നാണ്. നമുക്കിപ്പോ റിസൾട്ട് വന്നിട്ടില്ലല്ലേ. അപ്പോൾ ഇതിൻ്റെ തൈകള് ഒരു റെയർ കളക്ഷൻ എന്നുള്ളതിൽ ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു 1500 രൂപ കൊടുക്കാം. ഇതാണ് ഡ്രാഗൺ മൾബറി. മൾബറിയിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പുതിയതായിട്ട് ഡ്രാഗൺ. ഇതിന്റെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. സാധാ ചെറിയ പഴമാണ് വരുന്നത്, പക്ഷെ നല്ല മധുരമുണ്ട്. ഡ്രാഗൺ മൾബറി ഉണ്ട്. അതേപോലെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ലീഫാണ് കണ്ടോ. പിന്നെ കോഴിക്കാൽ എന്നൊക്കെ ഉള്ളതിൽ അർത്ഥം വരുന്ന വാക്കൊക്കെ ഇതിന് പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു വെറൈറ്റികളാണ്. ഒരു 350 രൂപയ്ക്ക് നമ്മൾ തൈകൾ കൊടുക്കും. ഇതാണ് പാകിസ്ഥാൻ്റെ ലെമൺ. പാകിസ്ഥാൻ ലെമൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത നല്ലതുണ്ടോ, അതായത് ബുഷ് ഓറഞ്ചിൻ്റെ തൊലി പോലെ സ്കിന്ന് വരുന്നത്. എന്താ വെച്ചാൽ തൊലി കട്ടി ഉണ്ടാവില്ല. പക്ഷേ ഇത് കട്ട് ചെയ്താൽ നമ്മൾ ഒറിജിനൽ ചെറുനാരങ്ങ അച്ചാറിടാനും നാരങ്ങൻ്റെ എല്ലാ ഉപയോഗത്തിനും അടിപൊളി സംഭവമാണ്. അടുത്ത ഒരു തരംഗാവാൻ പോകുന്ന ഒരു സാധനമാണ് ഈ പാകിസ്ഥാൻ ലെമൺ. നമ്മൾ ഇത്രയും വലിയ തൈകൾ, കായോട് കൂടിയുള്ള തൈകൾ കൊടുക്കുന്നത് 450 രൂപക്കാണ്. എത്ര തൈകൾ വേണമെങ്കിലും നമ്മുടെ സ്റ്റോക്ക്. ഇത് ഹാൻഡ്ഫുൾ പൈനാപ്പിളാണ്. ഈ ഹാൻഡ്ഫുൾ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഇത് പൊട്ടിച്ചെടുക്കും. എന്നിട്ട് ഇവിടെ ചെത്തിയിട്ട് ഈ മുള്ളില്ലേ, ഈ മുള്ളുകൾ ഓരോന്നും നമുക്ക് ചക്കയുടെ ചുള ഇരിഞ്ഞ് പറിച്ചെടുക്കുന്ന പോലെ പറിച്ചെടുക്കാം. അങ്ങനെ കഴിക്കും ചെയ്യാം. നല്ല സ്വീറ്റാണ്. ഇതിൻ്റെ അകത്തുള്ള തണ്ടില്ലേ, അതുവരെ നല്ല സ്വീറ്റാണ്. ഇതിന്റെ തൈകളൊക്കെ കൊടുക്കാനുണ്ട്. തൈകൾ എത്ര രൂപ മുതൽ? 200 രൂപ. ജയന്റ് പർപ്പിൾ മട്ടോവ. മട്ടോവയിൽ സോഫ്റ്റ് സ്കിന്ന് കഴിഞ്ഞാൽ അടുത്തത് വെക്കാൻ പറ്റിയ ഒരു ഇനമാണ് ഇത്. മട്ടോവ ഒരുപാട് ഐറ്റം ഉണ്ട്, 6-7 വെറൈറ്റികളുണ്ട്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണിത്. അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ തൈകൾ എന്താ ഇഷ്ടംപോലെ തൈകളുണ്ട്. ജയൻ്റ് പർപ്പിളാണ്. പിന്നെ ഇതിൽ ഡോർഫ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ റെയിൻബോ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല പിന്നെ ഫ്ലഷും മധുരം കിട്ടുന്ന നല്ലൊരു വെറൈറ്റിയാണിത്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ളതാണ് സോഫ്റ്റ് സ്കിൻ മട്ടോവ. അതും ഇവിടെ തൈകളുണ്ട്. ചൈനീസ് വേപ്പ്. ഇത് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും നല്ല ഇതുള്ളതാണ് സംഭവം. എങ്ങനെ പറയാം, മറ്റേ നമ്മൾ സാധാ വേപ്പിനെക്കാട്ടി ഒന്നുകൂടി സ്ട്രോങ് ഉണ്ട് സംഭവങ്ങൾ. പക്ഷേ ചെറിയ ലീഫാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഓർണമെൻ്റലായിട്ടും വളർത്താം, നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യും. അതിൻ്റെ തൈകൾ റേറ്റ് വരുന്നത് ഇത് 200 രൂപയാണ്. ഇഷ്ടംപോലെ തൈകൾ നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട്. ഹോൾസെയിൽ റേറ്റിൽ നമ്മളിത് കൊടുക്കുന്നതാണ്.